എല്ലാവർക്കും നമസ്കാരം. ശ്രീമാൻ ശ്രീമതി ഫാമിലി വ്ളോഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഞങ്ങളൊരു സിംഗപ്പൂർ ട്രിപ്പിലാണ് കേട്ടോ. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് വന്ദേ ഭാരതിലാണ്. ഞങ്ങൾ എറണാകുളത്തുനിന്ന് ഇപ്പോൾ വന്ദേ ഭാരതിൽ ട്രിവാൻഡ്രത്തെത്തി. ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ സിംഗപ്പൂരിലേക്ക് പറക്കുന്നത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നമ്മൾ വഴിയെ പറഞ്ഞു തരാം. ഇത് ഞങ്ങളുടെ ഒരു സ്വപ്ന യാത്രയായിരുന്നു ആക്ച്വലി സിംഗപ്പൂർ ഒന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെ ഫസ്റ്റ് സാധ്യമാവുകയാണ്. ഞാൻ നേരത്തെ തായ്ലൻഡിലൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഞാനും ശ്രീമതിയും കൂടെയുള്ള ഞങ്ങളുടെ ഫസ്റ്റ് ട്രിപ്പാണ് അത്. ഞങ്ങൾ സിംഗപ്പൂർ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ദേ ഭാരതിൽ എത്തിയതാണ്. ഇപ്പോൾ ആളുകളെല്ലാം ഇറങ്ങിപ്പോയി. ഇപ്പോൾ നല്ല അവസരം കിട്ടിയപ്പോൾ നമുക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ നിന്നിട്ട് സംസാരിക്കുമ്പോൾ അവർക്കും ഒരു പ്രോബ്ലം ഇപ്പോൾ യാതൊരു തിരക്കും ഇല്ലാതെ ഇങ്ങനെ നമുക്ക് സംസാരിക്കാനായിട്ട് സാധിക്കും. ഞങ്ങളുടെ ഫ്ലൈറ്റ് 11 മണിക്ക് ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ 3 മണിയായി. ഞങ്ങൾക്ക് കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലും പിന്നെ കുറച്ച് ട്രിവാൻഡ്രം നഗരത്തിലുമൊക്കെ കുറച്ച് പർച്ചേസൊക്കെ ഉണ്ട്. അതിനുശേഷം പാർക്കിംഗ് ചെയ്ത് ബോർഡിംഗ് പാസ്സൊക്കെ മേടിച്ചിട്ട് ഞങ്ങൾക്ക് ഫ്ലൈറ്റിൽ കയറിയിട്ട് നമ്മൾ സിംഗപ്പൂർ പോകും. അപ്പോൾ സിംഗപ്പൂർ വിശേഷങ്ങളൊക്കെയാണ് ഇനിയുള്ള വീഡിയോസിലൊക്കെ കാണിക്കുന്നത്. എല്ലാവർക്കും ഞങ്ങളുടെ യാത്രയിലേക്ക് സ്വാഗതം. ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ടാണ് ഈ വന്ദേ ഭാരതിലോട്ട് കയറുന്നത്. ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്താണിത് ഈ യാത്ര ചെയ്തത്. നല്ല രസമായിരുന്നു നമ്മുടെ ഈ യാത്ര. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ ഇൻഫർമേഷൻ സിസ്റ്റമാണ്. ഇപ്പോൾ അതിനകത്ത് ആ ടി വിയിൽ കാണുന്ന പോലെ നമുക്ക് അടുത്ത സ്റ്റേഷൻ ആലപ്പുഴയാണ്, ഇപ്പോൾ നമ്മൾ ഇന്ന സ്റ്റേഷനിലെത്തി. നമ്മൾ ഈ മെട്രോയിലൊക്കെ കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ വെൽക്കം, വിഷ് യു എ ഹാപ്പി ജേർണി ഇങ്ങനെയൊക്കെ എഴുതി കാണിച്ച് അവരുടെ ആ വോയിസൊക്കെ കേൾക്കുന്ന സമയത്ത് ഭയങ്കര ഒരു എൻ്റർടൈൻമെൻറ്റാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ ഈ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഫ്ലൈറ്റ് ആണോ അല്ലെങ്കിൽ വന്ദേ ഭാരത് ആണോ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നി. അത്രയ്ക്കും വളരെ മനോഹരമായിട്ടുണ്ടായിരുന്നു അല്ലേ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ്. കാരണം ഒരാളിരുന്ന് കഴിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ? ഇവിടെ ഓരോരുത്തരുടെയും ഫ്രണ്ടിൽ ഇങ്ങനെ ഫുഡ് ട്രേ നമുക്ക് മടക്കി വയ്ക്കാൻ പറ്റും, നമുക്ക് ആഹാരം ഇരുന്ന് കഴിക്കാൻ പറ്റും. അതിനുള്ള എല്ലാ സൗകര്യവും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അവർ. ഞാൻ വലിയ കാര്യത്തിന് വീട്ടിൽ നിന്ന് ചോറൊക്കെ പൊതിഞ്ഞെടുത്ത് ട്രെയിനിലൊക്കെ ഇരുന്ന് കഴിക്കാമല്ലാന്ന് വിചാരിച്ച് കൊണ്ടുവന്നപ്പോഴത്തേക്ക് ചേട്ടൻ ട്രെയിനിലെ ഫുഡ് ബുക്ക് ചെയ്തതായിട്ട് ചേട്ടന് പോലും അറിയാൻ പാടില്ല. എന്നിട്ട് ഞങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഭക്ഷണം കൊണ്ടുവന്ന് വെച്ചപ്പോഴാണ് ദൈവമേ ഞങ്ങൾ ഈ ചോറൊക്കെ ആയിട്ടാണ് വന്നത്, അതും വെള്ളവും ചോറും. പക്ഷെ വെള്ളമൊക്കെ അതിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടണുണ്ട് ഫുഡ്. പക്ഷെ ആ ഫുഡ് നല്ല രസമുണ്ടായിരുന്നു. ശ്രീമതി പറഞ്ഞത് ശരിയാണ് കേട്ടോ. ഞാൻ ഈ വന്ദേ ഭാരതിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഫുഡ് വേണമെന്നെന്തോ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ അറിയാതെ ടിക്ക് ചെയ്ത് പോയതാണ്. അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഫുഡ് വേണമെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്യണം, ഫുഡ് വേണ്ടാന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്ക് ചെയ്യരുത്. അപ്പോൾ അതിൻ്റെ പ്രൈസൊക്കെ അവർ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പൈസയൊക്കെയാണ് ആ ടിക്കറ്റിൻ്റെ ചാർജായിട്ട് വരിക. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫുഡ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ചോറ്, അതുപോലെ ചപ്പാത്തി, ചോറിന് സാമ്പാർ, അതുപോലെ ചപ്പാത്തിക്ക് കറിയായിട്ട് സോയാബീൻ കറി, പിന്നെ തൈര്, പിന്നെ ഒരു മെഴുക്ക് പുരട്ടി ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, പിന്നെ പായസം, എല്ലാം കൂടെ ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ പിന്നെ നമ്മളൊരു പ്രത്യേക മൂഡിലാണല്ലോ ഈ ട്രെയിനിലൊക്കെ ഇരുന്നിട്ട് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അപ്പോൾ സംഭവം എല്ലാം കൂടെ ചേർന്നപ്പോൾ നല്ല കുശാലായി എന്ന് പറയാം. തൈര് നല്ല കട്ട തൈരായിരുന്നു, നല്ല ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റായിരുന്നു തൈരിന്. ഞാൻ ചോറിലൊന്നും ഇടാതെ വെറുതെ സ്പൂൺ കൊണ്ടാണത് കഴിച്ചത്. പിന്നെ പറയാനുള്ളത് പായസവും നല്ല അടിപൊളിയായിരുന്നു. സൂര്യഗോതമ്പ് റവയുടെ ആണെന്നാണ് തോന്നുന്നത്. നല്ല ടേസ്റ്റായിരുന്നു ആ പായസം. ഭക്ഷണം പാക്ക് ചെയ്ത് നമുക്ക് തരുമ്പോൾ അതിനുള്ളിലുള്ള ഓരോ കവറുകളും തുറക്കാനാണ് എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ട്. പിന്നെ നഖവും പല്ലും ഒക്കെ ഉപയോഗിക്കേണ്ടി വരും. അതൊരു മാനേഴ്സ് അല്ലല്ലോ. അല്ലെങ്കിൽ കയ്യിൽ എപ്പോഴും ഒരു കത്രിക കരുതുന്നത് നന്നായിരിക്കും.
നമ്മളങ്ങനെ ആഹാരമൊക്കെ കഴിഞ്ഞ് ചാർജായി. ഇനി നമ്മുടെ മൊബൈലൊക്കെ ഒന്ന് ചാർജ് ചെയ്യണ്ടേ? കണ്ടോ, മൊബൈൽ ചാർജർ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് മൊബൈൽ ചാർജർ അതിൻ്റെ സ്ഥാനം സീറ്റിന് അടിയിലാണ്. അപ്പോൾ അത് സെപ്പറേറ്റ് ഓരോരുത്തർക്കും ഓരോ മൊബൈൽ ചാർജറുകളുണ്ട് കേട്ടോ. വന്ദേ ഭാരതിൻ്റെ എൻജിൻ റൂം കണ്ടോ, നമ്മുടെ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ കോക്പിറ്റ് പോലെയുണ്ട് കേട്ടോ. 2 പേർക്ക് ഇരിക്കാനുള്ള സീറ്റുണ്ട്. ഇപ്പോൾ ഇതിപ്പോൾ പുറകുവശമാണ്. നമ്മുടെ മെട്രോയിലൊക്കെ ഉള്ളതുപോലെ വന്ദേ ഭാരതിന് മുൻപിലും പുറകിലും എൻജിനുണ്ട് കേട്ടോ. 2 വശത്തേക്കും വണ്ടി ഓടിക്കാം. വണ്ടി പോകുന്ന ദിശ അനുസരിച്ച് പൈലറ്റും ഗാർഡും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇത് 2 സൈഡിലും ഓടും അല്ലേ? 2 സൈഡിലേക്കും ഓടിക്കാം അല്ലേ? അപ്പൊ അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് അത്രമാത്രം ജോലി ഇല്ല എന്നാണോ അറിയോ? ഇപ്പൊ വണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നല്ലേ? നമ്മുടെ ചോദ്യം ഒരു മണ്ടൻ ചോദ്യമായിരുന്നു. ഇവിടെ ഇരിക്കുന്ന ആള് ഗാർഡാണ് ഈ ട്രെയിൻ മുഴുവൻ മാനേജ് ചെയ്യുന്നത്. ഗാർഡിന്റെ പുതിയ പേരാണ് ട്രെയിൻ മാനേജർ എന്ന് പറയുന്നത് കേട്ടോ. എൻജിൻ റൂമിൻ്റെ തൊട്ട് പുറകെ തന്നെ ഇതൊരു സ്റ്റോർ റൂമാണെന്ന് തോന്നുന്നു. ഈ സ്റ്റോർ റൂമിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് വാഷ്റൂം ഉള്ളത്. അപ്പോൾ ഈ വാഷ്റൂം നല്ല ഹൈടെക് വാഷ്റൂമാണ്. നല്ല അടിപൊളിയായിട്ട് നല്ല ഹൈജീനിക് ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ വാഷ് ബേസിനും ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണെന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ തോന്നിയുള്ളൂ. ഡോറൊക്കെ ഓട്ടോമാറ്റിക് ഡോറുകളാണ്. നമ്മളടുത്ത് ചെല്ലുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് തുറന്നു പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫ്ലൈറ്റിൽ എങ്ങനെയാണോ സീറ്റ് ഉള്ളത്, ഇത് ഫ്ലൈറ്റിൻ്റെ ഉൾഭാഗമാണെന്ന് തോന്നിപ്പോകും നമ്മൾ ആദ്യമായിട്ട് കാണുന്ന സമയത്ത്. അത്രയ്ക്ക് നല്ല ആംബിയൻസ് ആണ് ഇത് കാണുന്ന സമയത്ത്. ഇപ്പോൾ നമ്മൾ ആളുകളെല്ലാം ഇറങ്ങിപ്പോയി കഴിഞ്ഞു. നമ്മൾ തിരുവനന്തപുരത്ത് എത്തി. ഇനിയിപ്പോൾ നമ്മളും ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങി. ഞങ്ങൾ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ ട്രിവാൻഡ്രത്തൊന്ന് കറങ്ങി കുറച്ച് പർച്ചേസൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഓട്ടോ പിടിച്ചിട്ട് ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസേ ഉള്ളൂ സ്റ്റേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തി. ഞങ്ങളുടെ ഫ്ലൈറ്റ് രാത്രി 11 മണിക്കാണ്. അപ്പോൾ ഞങ്ങളിത് ശരിക്കും പറഞ്ഞാൽ കുറച്ച് നേരത്തെ തന്നെ വരികയായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വന്ദേ ഭാരതിൽ കയറിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വന്ദേ ഭാരതിലും കൂടെ കയറിയിട്ട് ഉദ്ദേശത്തിലാണ് നമ്മൾ ട്രിവാൻഡ്രം ഒക്കെ സെലക്ട് ചെയ്തതൊക്കെ. പിന്നെ അപ്പോൾ ട്രിവാൻഡ്രം രാവിലെ 11 മണിക്ക് വന്ദേ ഭാരതി കയറി ഒരു 3 മണിയായപ്പോഴത്തേക്കും നമ്മൾ ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷനിലെത്തി. അവിടെ കുറേ നേരം ഇരുന്നതിന് ശേഷം നമ്മൾ കുറച്ച് പർച്ചേസൊക്കെ ഉണ്ട്, ഞങ്ങൾ പറഞ്ഞല്ലോ, അതൊക്കെ കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ ട്രിവാൻഡ്രം എയർപോർട്ടിലെത്തി. ഇനി രാത്രി 11 മണി വരെ അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഒരു 7:30 മണിയാകുമ്പോഴേ ഇവിടുത്തെ ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ തുടങ്ങിയുള്ളൂ. അപ്പോൾ ഞങ്ങൾ വെറുതെ എൻജോയ് ചെയ്യുക. ഞങ്ങളിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒരാഴ്ചത്തേക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. സിംഗപ്പൂരൊക്കെ പോയിട്ട് സിംഗപ്പൂർ, മലേഷ്യ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളിൽ പലർക്കും അറിയുന്നുണ്ടാവും. എന്നാൽ ഞങ്ങൾ പോകുന്ന ഒരു ബഡ്ജറ്റ് ട്രിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ അതായത് നമ്മളുടെ ഈ എയറോപ്ലെയിൻ്റെ എമൗണ്ട് വളരെ കുറവ് വരുന്ന ഒരു എയർലൈൻസാണ് സ്കൂട്ട് എന്ന് പറയും. സ്കൂട്ട് അതായത് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു സിസ്റ്റർ കൺസേൺ ആണ് ഈ സ്കൂട്ട് എന്ന് പറയുന്നത്. അത് വളരെ നമ്മൾ സാധാരണക്കാരായിട്ടുള്ള ആൾക്കൊക്കെ വളരെ എമൗണ്ട് കുറച്ച് അവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലേക്ക് ഒരുപാട് ഡെസ്റ്റിനേഷൻസിലേക്ക് ഇതുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് വഴി പോകുന്ന സമയത്ത് നമുക്ക് എമൗണ്ട് വളരെ കുറവ് മതി. അതാണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ രാത്രി 11 മണിക്ക് കയറി കഴിഞ്ഞാൽ രാവിലെ വെളുപ്പിന് 6 മണിക്ക് എത്തും. ഇനി അതിനകത്ത് നമുക്ക് വലിയ സൗകര്യങ്ങളുടെ ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മൾ എയറോപ്ലെയിൻ ആസ്വദിക്കാനല്ല വന്നത്, നമ്മൾ സിംഗപ്പൂർ ആസ്വദിക്കാനാണ് പോകുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കാവുന്ന ഒരു എയർലൈൻസാണ് ഈ സ്കൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇന്നിവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ധാരാളം ലൈക്ക്, കമൻറ്റ്, ഷെയറൊക്കെ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റ് വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും വണക്കം.